സർ, ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ ഏത് വിധേനയും തോൽപ്പിക്കുക, അത് മാത്രമാണ് എസ്.ഡി.പി.ഐയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് നമുക്ക് കണ്ടാൽ തോന്നിപ്പോകും. കാരണം എസ്.ഡി.പി.ഐ യു.ഡി.എഫുമായും എൽ.ഡി.എഫുമായും സന്ധി സംഭാഷണം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ സന്ധി സംഭാഷണം എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിലുള്ള അജണ്ട ഒരൊറ്റ ബി.ജെ.പി. സ്ഥാനാർത്ഥിയും കേരളത്തിൽ ജയിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വോട്ടുകൾ ഒരു വിധത്തിലും അവർക്ക് ലഭിക്കരുത് എന്നത് മാത്രമാണ്. പക്ഷേ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, എസ്.ഡി.പി.ഐ ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ എൽ.ഡി.എഫും യു.ഡി.എഫും എന്താണ് ഉദ്ദേശിക്കുന്നത്? നിയമസഭയിൽ കൂടുതൽ മുസ്ലിം എം.എൽ.എമാരെ എത്തിക്കുക എന്നതാണ്. കാലങ്ങളായിട്ട് കേരളത്തിൽ ബി.ജെ.പി. ജയിക്കരുത് എന്ന് കഴിഞ്ഞ 4 ഇലക്ഷനിലും വളരെ ശക്തമായിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അത് വളരെ കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. ഇപ്പോൾ എസ്.ഡി.പി.ഐ അതിന്റെ ചാർജ് എടുത്തു എന്ന് മാത്രം. ഇവിടെ ബി.ജെ.പി. ഒരു സീറ്റിലും ജയിക്കാൻ പാടില്ല. എന്താണ് അവരുടെ പ്രശ്നം എന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഈ എസ്.ഡി.പി.ഐക്ക് ബി.ജെ.പി. ജയിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ നഷ്ടം എന്താണെന്ന് എനിക്ക് ഒന്നും എന്ത് കണ്ടും മനസ്സിലാകുന്നില്ല. പക്ഷെ അവരുടെ വൃത്തികെട്ട തീവ്രവാദ, രാജ്യദ്രോഹ, ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഒരു ഭരണാധികാരി, അതിപ്പോ കേന്ദ്രം ബി.ജെ.പി. അല്ല ആര് ഭരിച്ചാലും, അതായത് ബി.ജെ.പിയുടെ മുന്നേ ഇവിടെ ഭരിച്ചത് കോൺഗ്രസ് ആണല്ലോ. ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണല്ലോ ഈ എസ്.ഡി.പി.ഐ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായ അബ്ദുൽ നാസർ മദനിനെ ജയിലിൽ കൊണ്ടിട്ടത് ബി.ജെ.പി. ഒന്നുമല്ല, ബി.ജെ.പി. ഭരിക്കുമ്പോഴേ അല്ല. അതും ഈ അബ്ദുൽ നാസർ മദനിനെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തത് CPM-ന്റെ മുഖ്യമന്ത്രിയായ ഇ.കെ. നായനാരാണ്. ആ ഇ.കെ. നായനാര് പിടിച്ച് കർണാടക ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന ആ ഗവൺമെന്റിനെയാണ് ഏൽപ്പിച്ചത്. അപ്പൊ ബി.ജെ.പി. ഒന്നുമല്ല ചെയ്തത്. ആ അബ്ദുൽ നാസർ മദനിയുടെ കേസ് ഇപ്പോഴും ഇതാക്കിയിട്ട് കോടതിയിൽ കൊടുക്കാതിരിക്കുന്നു ബി.ജെ.പി. അല്ല. അപ്പോ എന്തിനാണ് എസ്.ഡി.പി.ഐ ഈ ബി.ജെ.പിയുടെ മെക്കെട്ട് കയറുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇവിടെ ഈ തുടക്കം മുതലേ ഈ പോപ്പുലർ ഫ്രണ്ട്, അതായത് ബി.ജെ.പി. ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രവർത്തനത്തെ എതിർത്തിരുന്നത് ഇവിടുത്തെ കോൺഗ്രസുമാണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുമാണ്. അവരുടെ ഒപ്പം നിന്ന് ഇന്ന് ബി.ജെ.പിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് തീവ്ര ചക്രവാസം വലിക്കുകയാണ് ആര്? എസ്.ഡി.പി.ഐ. നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ വർഷം നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും. ഇപ്പതാ ഈ നിയമസഭാ ഇലക്ഷൻ വരുന്നു. നമ്മൾ കണ്ടതാണ് മഞ്ചേശ്വരത്ത്, അതായത് മഞ്ചേശ്വരത്ത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും, അതായത് കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി, അതായത് ബി.ജെ.പി. അവിടെ തോറ്റത് 83 വോട്ടിനാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് മഞ്ചേശ്വരത്ത് ബി.ജെ.പി. തോറ്റത് 732 വോട്ടിനാണ്. അപ്പോ ബി.ജെ.പിക്ക് ഈ പ്രാവശ്യം എന്തുകൊണ്ടും അവിടെ ജയിച്ചു വരാൻ സാധിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ആ ജയത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ട് തീവ്ര പരിശ്രമത്തിന്റെ ഭാഗമായി ഇനി ചെയ്യാത്ത പണികളൊന്നുമില്ല ഈ എസ്.ഡി.പി.ഐ. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ അവർ ഇപ്പോ എടുത്ത ആയുധം എന്താണ്? അവിടെ ഈ മഞ്ചേശ്വരം എന്ന് പറയുന്ന മണ്ഡലം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള, അതായത് മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ മുസ്ലിങ്ങൾ ഒന്നിച്ചു വോട്ട് ചെയ്താൽ തീർച്ചയായും അവിടെ മുസ്ലിം തന്നെ ജയിക്കുകയുള്ളൂ. അത് തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അവിടുത്തെ ജയം. പക്ഷെ അവിടെ 83 വോട്ടിന് ഒരു ബി.ജെ.പി. സ്ഥാനാർത്ഥി 2016 തോൽക്കുന്നു. അതിനും ഒരുപാട് കള്ളക്കളികളുണ്ട്, കള്ള വോട്ടുകളുണ്ട്, കള്ളക്കഥകളുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. കോടതിയിൽ പോയതാണ്, അതൊക്കെ പിൻവലിക്കുക, കേസ് എന്തൊക്കെയായി. അത് കഴിഞ്ഞിപ്പോ ലാസ്റ്റ് 2021 ഇലക്ഷനും 700 ചില വോട്ടിനാണ് ബി.ജെ.പി. അവിടെ തോറ്റത്. അപ്പൊ ഇന്ന് ഇവിടുത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഈ മറ്റെല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ബി.ജെ.പി. ജയിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ കണ്ടപ്പോൾ എസ്.ഡി.പി.ഐ ഇതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതിനവർ യു.ഡി.എഫിനെയും എൽ.ഡി.എഫിനെയും പരസ്പരം കണ്ട് അതിന് ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോകുന്നു. അതായത് ഇവരുടെ ഒത്തുതീർപ്പ് ചർച്ച ഒന്നുമില്ല.
ഇവർ ചെയ്യുന്ന പണി എന്താണ്? ഇന്ന് മുസ്ലിം സമുദായത്തിൽ മുസ്ലിം ലീഗിന് പോലും ചെയ്യാൻ പറ്റാത്ത, മുസ്ലിം ലീഗിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ആ സമുദായത്തെ, ആ സമുദായ നേതാക്കളെ, ആ സമുദായ മദ്രസകളിലെ മൗലോക്കന്മാരെ, മൊയ്ലമാരെ, മുക്രികളെ കയ്യിലെടുത്തുകൊണ്ടാണ് SDPI ഈ കളി മുഴുവൻ നടത്തുന്നത്. ഇവർ എടുത്ത തീരുമാനം എന്താണെന്ന്, ഇത് ഈ പ്രാവശ്യം എടുത്ത തീരുമാനമല്ല, കഴിഞ്ഞ പ്രാവശ്യം എടുത്ത തീരുമാനം അത് തന്നെ വീണ്ടും ഈ പ്രാവശ്യം നടപ്പാക്കുന്നു എന്ന് മാത്രം. എന്താണ് അവരുടെ തീരുമാനം? ഒരു മണ്ഡലത്തിൽ, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലമായാലും അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായം ഒന്നിച്ച് യാതൊന്നും ചിന്തിക്കാതെ ആ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക. അതായത് കൂട്ടമായി വോട്ട് ചെയ്യുക. അത് UDF ആയാലും വേണ്ടില്ല, LDF സ്ഥാനാർത്ഥി ആയാലും വേണ്ടില്ല, ആ മുസ്ലിം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, വേറെ ഒന്നും നോക്കരുത്. ഇതാണ് അവരുടെ ആദ്യത്തെ തീരുമാനം. അത് കേരളത്തിലെ 140 മണ്ഡലത്തിലും. അതായത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക മുസ്ലിം സമുദായം. ഹിന്ദു ശ്രദ്ധിച്ചോളൂ, ക്രിസ്ത്യാനിയും ശ്രദ്ധിച്ചോളൂ. ഒരു പരിധിവരെ ക്രിസ്ത്യാനിയും ഇത് ശ്രമിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക. രണ്ടാമത്, ഒരു മണ്ഡലത്തിൽ 2 മുസ്ലിം സ്ഥാനാർത്ഥി, അതായത് LDFും മുസ്ലിമാണ്, UDFും മുസ്ലിമാണെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം? അതാണ് അവർ രണ്ടാമതെടുത്ത, ഈ മൗലാക്കന്മാരും മുക്രികളും എടുത്ത തീരുമാനം. അതായത് ഇന്ന് രണ്ടാമത് നിൽക്കുന്ന, അതായത് 2 മുസ്ലിം സ്ഥാനാർത്ഥിയാണെങ്കിൽ ആർക്ക് ചെയ്യണം? അത് അതാത് പള്ളി കമ്മിറ്റികൾ, അവിടെയുള്ള ആ നിയോജക മണ്ഡലത്തിലെ അവരുടെ ഹെഡ് കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും. അത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് LDFിനാണ്, ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, അതായത് ഈ 2 പേരിൽ ആരാണ് എന്തെങ്കിലും കാര്യത്തിൽ, എന്തെങ്കിലും ഏതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഈ മുക്രിമാർക്കും മൗലവിമാർക്കും സഹായം കൊടുക്കുന്നതിൽ ആരായിരിക്കും കേമൻ എങ്കിൽ അവന് സപ്പോർട്ട് കൊടുക്കും. അതന്നെ അതിന്റെ നെറ്റ് റിസൾട്ട്. എന്തായാലും ഈ സമുദായം 2 പേരും മുസ്ലിം ആയാലും അതിലെ ഒരാൾക്ക് കൂട്ടമായി സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഈ സമുദായത്തിന്റെ തീരുമാനം. അപ്പോ 2 തീരുമാനമായില്ലേ? ഇനി മൂന്നാമത്തെ തീരുമാനം, 2 സ്ഥാനാർത്ഥികളും ഹിന്ദു ആയാൽ അല്ലെങ്കിൽ അഹിന്ദു ആയാൽ അതും 2 മുസ്ലിമിന്റെ അതേ തീരുമാനമാണ്. അതായത് LDFിനായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ UDFിന് കിട്ടുള്ളൂ. പിന്നെ നാലാമത് വരുന്നതാണ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നാൽ. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വന്നാൽ ഹിന്ദുവിനെക്കാട്ടിയും ഇമ്പോർട്ടന്റ് ക്രിസ്ത്യാനിക്ക് കൊടുക്കണം എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിനൊക്കെ മുൻകൈ എടുത്ത് മുന്നിൽ നിൽക്കുന്നത് SDPI ആണ്. ഇനി ഈ വരുന്ന ഇലക്ഷൻ, കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. കഴിഞ്ഞ മഞ്ചേശ്വരം ഇലക്ഷനിൽ ഇതുണ്ടായിരുന്നു, BJP തോറ്റു. വയനാട്ടിലെ കൽപ്പറ്റ എന്ന് പറയുന്ന മണ്ഡലം അറിയാലോ. ഈ കൽപ്പറ്റ എന്ന മണ്ഡലം MP വീരേന്ദ്രകുമാറിന്റെ തറവാട് കുടുംബം നിൽക്കുന്ന മണ്ഡലമാണ്. കാലങ്ങളായിട്ട് വീരേന്ദ്രകുമാറിന് അവിടെ ഒരു 50,000 വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലമാണ്. അത് അദ്ദേഹം UDFിൽ പോയിട്ടുണ്ട്, LDFിൽ പോയിട്ടുണ്ട്. എവിടെ പോയാലും അദ്ദേഹം ആ സീറ്റിൽ അദ്ദേഹം തന്നെയാണ് ജയിക്കുക പതിവ്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ അദ്ദേഹം UDFിൽ നിന്ന് വേറിട്ട് LDFിലേക്ക് വന്നു. അവിടെ മത്സരിച്ചത് MP വീരേന്ദ്രകുമാറിന്റെ മകനായ ശ്രേയസ് കുമാറാണ്. അവർക്ക് ഉറച്ചൊരു മണ്ഡലമാണ് ശ്രേയസ് കുമാർ മത്സരിക്കുന്ന ഈ കൽപ്പറ്റ മണ്ഡലം. അവരുടെ കുടുംബ മണ്ഡലം എന്ന് വേണമെങ്കിൽ അത് പറയാം. 10-40 കൊല്ലമായി അവർ തന്നെയാണ് അവിടെ ജയിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഈ SDPIയുടെ ഈ കാൻവാസിംഗ് തന്ത്രം അവിടെ ഏറ്റു. കാരണം ഹിന്ദു സ്ഥാനാർത്ഥിയായി മാറിയപ്പോൾ അവിടെ UDF സ്ഥാനാർത്ഥി വന്നത് അന്നേ വരെ ഒരു ഇലക്ഷനിലും ജയിക്കാത്ത, എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ തോറ്റ സിദ്ദിഖ് ആയിരുന്നു കൽപ്പറ്റയിൽ ഈ ശ്രേയസ് കുമാറിനെതിരെ നിന്നത്. പക്ഷെ സിദ്ദിഖിന്റെ ഭാഗ്യമായിരുന്നു ഈ SDPIയുടെ ഈ മത നേതാക്കന്മാരുടെ പ്രഖ്യാപനം. അതായത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് കൂട്ടമായി വോട്ട് ചെയ്തിരിക്കണം. അത് കാരണം
സിദ്ദിഖ് അവിടെ ജയിച്ചു. ഇതുമാതിരിയുള്ള മറ്റുള്ള മണ്ഡലങ്ങളും നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയൊക്കെ മുസ്ലിം സ്ഥാനാർത്ഥി, അവിടെ പാർട്ടിയില്ല, LDF ആയാലും വേണ്ടിയില്ല, UDF ആയാലും വേണ്ടിയില്ല, മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തോളണം സമുദായം. ഇതാണ് സമുദായങ്ങൾ കൂട്ടമായിരുന്ന് എടുക്കുന്ന തീരുമാനം. ഇത് ഇവിടെയുള്ള ഹിന്ദു മനസ്സിലാക്കിക്കോ, ക്രിസ്ത്യാനിയും മനസ്സിലാക്കിക്കോ. ഇത് തന്നെയാണ് ഈ വരുന്ന ഇലക്ഷനിൽ ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എത്ര വോട്ട്, എത്ര MLA ഒന്നും ഞാൻ പറയുന്നില്ല. ഈ തീരുമാനങ്ങളുടെ ഒരു കോമൺ റിസൾട്ട് ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഈ തീരുമാനപ്രകാരം മുന്നിട്ട് നിൽക്കുക LDF ആയിരിക്കും, 2ാം സ്ഥാനത്തെ UDF വരികയുള്ളൂ. ഈ തീരുമാനത്തിന്റെ റിസൾട്ട് അങ്ങനെ തന്നെ വരികയുള്ളൂ. എന്തു തന്നെയായാലും ഈ SDPIയും പോപ്പുലർ ഫ്രണ്ടും ഇവരുടെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്ന മതേതര പാർട്ടിയായ മുസ്ലിം പേരുള്ള മുസ്ലിം ലീഗും എല്ലാവരുടെയും മനസ്സിലിരിപ്പ് BJPക്ക് 0 സീറ്റ് ഉണ്ടാക്കണം, അതിന് മാത്രം പ്രവർത്തിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് കൂട്ടുനിൽക്കുന്ന, ഞാൻ ഹിന്ദു പാഴജന്മം എന്നൊന്നും പറയുന്നില്ല, ഹിന്ദുക്കൾ ഇത് കണ്ട് എന്ന് പഠിക്കുമെന്ന് വരും കാലങ്ങളിൽ നമുക്ക് നോക്കിയിരിക്കാം. എന്തായാലും SDPI LDFും UDFുമായ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണ്, ഒരു സന്ധി സംഭാഷണം നടത്തുകയാണ്. അത് BJPക്കെതിരാണ്. BJPയെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇത്തരത്തിൽ LDFും UDFും SDPIക്ക് ഒപ്പം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ, അതുവഴി BJPയെ തോൽപ്പിക്കാൻ ഒരു ലക്ഷ്യം വയ്ക്കുമ്പോൾ അത് തിരിച്ചറിയേണ്ടത് ഹിന്ദു വിഭാഗം കൂടിയാണെന്നാണ് ജയശങ്കർ സാർ പറഞ്ഞു വയ്ക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.